അപ്പോഴേ കുക്കർ ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണേ. ഇതാ ഒരു കോഴി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന മസാലകൾ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിനകത്ത് ചെറിയ ഉള്ളി അരച്ചതുണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ശകലം ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കറി മസാല, ഗരം മസാല പൊടിച്ചത്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണിത്. ഇതിനി ഇതിനകത്ത് പുരട്ടി ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്ര വേണമെങ്കിലും നമുക്ക് സമയമുള്ള അനുസരിച്ച് ഇതിനെ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നല്ലതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് വെച്ചിട്ട് എനിക്കിപ്പോൾ വൈകിട്ടത്തേന് എടുക്കാനാണ്. അപ്പോൾ ഞാനൊരു കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പുറത്തും അകത്തും ഒക്കെ നല്ലതായിട്ട് ഇതിനെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ മസാല മൊത്തത്തിൽ പുരട്ടിയിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന അകത്തും ഒക്കെ നല്ലതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് മസാല പുരട്ടിയിട്ട്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ചേർക്കാൻ മറന്നുപോയി, നാരങ്ങ നീര്. അത് കുറച്ച് ഞാൻ മേളിൽ കൂടി പിഴിഞ്ഞൊഴിക്കും. ഇപ്പം ഞാനിതിൻ്റെ മേളിൽ കൂടി ഇച്ചിരി നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണേ, ചെറിയ ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഇനി ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് ഏകദേശം 2-3 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന ചിക്കനാണ്. നല്ലതായിട്ട് ഇത് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു കുക്കർ ചൂടാക്കി അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റ് ഒരു സൈഡ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ വയ്ക്കുന്നു. അത് കുറച്ച് അരപ്പുണ്ട്, അതും കൂടെ നല്ല മേളിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് ചെറു തീയിൽ വേവിക്കാവേ. കുക്കർ തുറന്നിട്ടുണ്ട്. ചിക്കൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മസാലയൊക്കെ പിടിച്ച്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഞാൻ അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ എടുത്ത് അതിനകത്ത് ഇടാം. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇത് ചട്ടിയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയേ. അപ്പം ഞാൻ 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റിയെടുക്കും. ആവശ്യത്തിന് ഉള്ളി ഞാൻ 2 സവാള അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ കട്ടിയായിരിക്കും, തണുപ്പായതുകൊണ്ടായി ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ അതാ കുറച്ച് സവാള ഇട്ട്. എത്രയാണ് അതിന് നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സവാള. ഞാനിപ്പോൾ 2 സവാള ഇട്ടിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ടുള്ളേ. പിന്നെ ഇത് ഇഞ്ചി പേസ്റ്റാണ്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, സവാള ഇട്ടു, ഒരു പച്ചമുളക്. അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ഞാൻ സവാള ഒരുവിധം വഴന്നു വന്നപ്പോൾ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. കാര്യം നേരത്തെ ഗ്രേവിക്കകത്തും നേരത്തെ നമുക്ക് ഈ ചിക്കൻ ഇട്ട് വേവിച്ച ഗ്രേവി ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം കൂടി മസാല പുരട്ടിയതിൻ്റെ ഗ്രേവിയിൽ എരിവ് കാണാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിന് വലിയ പണിയൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഇതിനകത്ത് വയ്ക്കുക, ഈ ഗ്രേവി കഴിക്കുക. അപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ ഇടാമെന്ന്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് പോവരുതേ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് അടിക്കണം. കമന്റുകളെല്ലാം അറിയിക്കണേ. വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 1 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഗ്രേവി എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പും കൂടി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എരിവൊക്കെ മതിയാവും. മറ്റേ നമ്മൾ ആ വെള്ളം കൂടി ഇത് ഒഴിക്കുമ്പോഴത്തേനും ആ ഗ്രേവി ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേനും എല്ലാം കറക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കട്ടെ. കുറച്ചും കൂടി ഉപ്പ് വേണം. നല്ല എരിവുണ്ട്. ഇപ്പം തന്നെ നല്ല എരിവുണ്ട്. ഇതെല്ലാം കൂടി ഒഴിക്കുമ്പോൾ നല്ല പാകമാവും. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലുള്ള ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് നമ്മളാ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇതിൻ്റെ മേളിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഗ്രേവി ഞാൻ കാണിക്കാം. ഇത്ര ഗ്രേവിയാണ് ഉള്ളത്. അപ്പോൾ ഇതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് അടച്ചു വെച്ച് നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ഞാൻ ആ ഗ്രേവിയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതെല്ലാം ഇതിനകത്ത് ഒന്നുകൂടി നമുക്ക് കോരി ഇതിനകത്തൊക്കെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും നല്ലതായിട്ട് അതിൻ്റെ ഗ്രേവിയുടെ ആ ഒരു ഇത് കിട്ടണമല്ലോ. ഇനി എല്ലാം നല്ലതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു സൈഡ് വേവിച്ച് അടുത്ത കുറച്ച് സമയം കൂടി അടുത്ത സൈഡും കൂടി തിരിച്ചിട്ട് വേവിച്ചിട്ട് അപ്പോഴത്തേനും നമ്മളെ കറി റെഡിയാവും. ഞാനിതൊന്ന് അടച്ച് വെക്കാവേ. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അപ്പം നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ടേ. ഇനി ഇതാ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാവേ. നമ്മളെ ഉലുവേല ഇല്ലേ, ഉലുവേല ഉണക്കിയത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.